ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കൂലി. രാവിലെ 6:30ക്കാണ് ഷോ. ഇവിടെ കോതമംഗല വാൻസ് തിയേറ്ററിലാണ് കാണാൻ പോകുന്നത്. ഒരു ചെറിയ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഗൈസ്, കൂലി സിനിമ കണ്ടിട്ട് വന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മീൻസ് ആർക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതായത് രജനീകാന്ത് ആണെങ്കിൽ പോലും, ആരാണ് നാഗാർജുനയാണെങ്കിലും ഈവൻ അമീർ ഖാന് പോലും വലിയ ഇമ്പാക്റ്റ് പടത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തിൻ്റെ കുറവെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ വലിയ റിവ്യൂറൊന്നും അല്ല. ഞാനൊരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ആർക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സൗബിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയ ഒരുപാട് വില്ലന്മാർ തമിഴിൽ പോയി അടിപൊളി പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മളങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷെ ആ ഒരു ബെഞ്ച് മാർക്കൊക്കെ നിൽക്കണോണ്ട് നമുക്ക് സൗബിൻ്റെ ഒരു അത്രയ്ക്ക് തോന്നിയില്ല. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ഇൻട്രോ അടിപൊളിയാണ്. രജനീകാന്തിൻ്റെ ഇൻട്രോ, അമീർ ഖാൻ്റെ ഒക്കെ കിടു ഇൻട്രോ ആണ്, നാഗാർജുനയുടെ അടിപൊളിയാണ്, ഉപേന്ദ്രയുടെ എല്ലാവരുടെയും നല്ല ഇൻട്രോസ് ആണ്. പക്ഷേ എന്തോ ഒരു ടോട്ടൽ നോക്കുമ്പോൾ ഒരു ഇൻ്റർവെല്ല് വരെ നോക്കി, പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നല്ല എന്താണ് ഗ്രാഫ് കയറുമെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ എന്തോ ഒരു ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കും ഒന്ന് കയറി പോകുമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഡൗൺ ആവും. അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ അനിരുദ്ധിൻ്റെ ബീജിയം, അത് പിന്നെ പറയാനില്ല. പുള്ളിക്കാരൻ ആ ഒരു ഇടിപ്പുണ്ടല്ലോ, അത് നമുക്ക് തിയേറ്ററിൽ കേൾക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. പക്ഷേ നമുക്ക് ഈ സീൻസും കൂടി അതിന് മാച്ചിങ് ആയിരുന്നെങ്കിൽ, നല്ല ഗ്രാഫിൽ സിനിമ പോവായിരുന്നെങ്കിൽ കുറച്ചും കൂടി എലിവേറ്റ് ആയേനെ. ആ ഒരു പ്രശ്നമാണ് തോന്നിയത്. BGMന് കുഴപ്പമൊന്നുമില്ല, അനിരുദ്ധ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനായി ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതെനിക്ക് സിനിമയുടെ പ്രശ്നമാണോ, മീൻസ് ആക്ടേഴ്സിൻ്റെ ഡയലോഗ് ഡെലിവറിയുടെ ഇഷ്യൂ ആണോ, തിയേറ്ററിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സൗബിൻ്റെ ഒക്കെ ചെറിയ ഫസ്റ്റ് ഹാഫിൽ ചെറിയ പോർഷൻസൊക്കെ ഈ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, എന്തോ മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.